എപ്പിസോഡിന്റെ തുടക്കത്തിൽ കാണിക്കുന്നത് രണ്ട് പയ്യന്മാർ ആരും കാണാതെ ഒരു സ്ഥലത്തേക്ക് പോകുന്നതാണ്. അവർ പോകുന്നത് അത്രയും നിയന്ത്രണങ്ങളോട് കൂടിയ ഇല്ലീഗലായി റേസിംഗ് നടക്കുന്ന സ്ഥലത്തേക്കാണ്. അതൊരു അപകടം പിടിച്ച സ്ഥലമായതിനാൽ തന്നെ രണ്ടുപേരും സൂക്ഷിച്ച് ആരും കാണാതെ മുന്നോട്ടേക്ക് പോകുന്നു. അവർ ഒരു സ്ഥലത്തായി മറഞ്ഞു നിന്നുകൊണ്ട് അകത്ത് പോകുന്നതിനെ പറ്റി സംസാരിക്കുന്നു. ഈ രണ്ടു പയ്യന്മാരാണ് ഡ്രാമയിലെ നായകന്മാരിൽ രണ്ടുപേർ, റേയും കായും. റേ കായിനോടായി നീ വരണ്ട, നിന്നെ ഒരു അപകടത്തിലേക്ക് തള്ളിയിടാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല, അതുകൊണ്ട് നീ ഇവിടെ നിന്നോ എന്ന് പറഞ്ഞ് റേ അകത്തേക്ക് പോകുന്നു. എന്നാൽ അത് കേൾക്കാതെ കായും അവന്റെ പിന്നാലെ തന്നെ പോകും. ഇവർ രണ്ടുപേരുമാണ് ഡ്രാമയിലെ മറ്റു രണ്ട് നായകന്മാർ, അറാസയും ഫൂമയും. ഒരാളെ അന്വേഷിച്ചാണ് റേ അവിടേക്ക് പോയത്. അവൻ ചുറ്റും നിരീക്ഷിച്ചുകൊണ്ട് നടക്കുമ്പോഴാണ് ഒരു സെക്യൂരിറ്റി ഗാർഡ് വന്ന് അവനോട് പാസ് ചോദിച്ചത്. അവന്റെ കയ്യിൽ ഇല്ലാത്തതിനാൽ തന്നെ അവൻ അയാളെ തട്ടിമാറ്റി അവിടെ നിന്ന് ഓടുന്നു. എല്ലാവരെയും തട്ടിമാറ്റി ഓടിക്കൊണ്ടിരിക്കെയാണ് റേയെ അറാസി പിടിക്കുന്നത്. റേക്ക് അത് ആരാണെന്ന് മനസ്സിലാവാത്തതിനാൽ തന്നെ അവൻ അയാളുടെ പിടിപിടിക്കാനായി നോക്കുമ്പോഴാണ് സെക്യൂരിറ്റി ഗാർഡ്സിൽ ഒരാൾ അറാസെ എന്ന് വിളിക്കുന്നത്. അപ്പോഴാണ് റേക്ക് മനസ്സിലായത് തന്നെ പിടിച്ചിരിക്കുന്നത് അറാസയാണെന്ന്. അവൻ അറാസയെ തിരിഞ്ഞു നോക്കുന്നു. ഇവരുടെ രണ്ടുപേരുടെയും കഥ തുടങ്ങുന്നത് ഒരു മഴയുള്ള രാത്രിയാണ്. നല്ല പാട്ടൊക്കെ വെച്ച് വണ്ടി സ്റ്റാർട്ടാക്കാൻ നോക്കുമ്പോഴാണ് എൻജിൻ പണി തന്നു എന്ന് റേക്ക് മനസ്സിലായത്. അവൻ വണ്ടി സ്റ്റാർട്ടാക്കാനായി ശ്രമിക്കുന്നു. അപ്പോഴാണ് അതുവഴി ബൈക്കിൽ പോയിക്കൊണ്ടിരുന്ന ഒരാൾ റേയുടെ അടുത്തേക്ക് പോയി ഞാൻ എൻജിൻ നോക്കാൻ സഹായിക്കാമെന്ന് പറഞ്ഞു വന്നത്. അയാൾ വണ്ടി ശരിയാക്കിക്കൊണ്ടിരിക്കെ ഫോണിൽ ഫ്ലാഷ് ലൈറ്റ് ഓണാക്കി നിൽക്കുന്ന റേയെ അയാളൊന്ന് നോക്കുന്നു. അയാൾ നോക്കുന്നത് കണ്ട് റേ, എനിക്ക് വേറൊന്നും ചെയ്യാനറിയില്ല, നിങ്ങൾക്ക് വേണ്ടി ഇതേ എനിക്കിപ്പോൾ ചെയ്യാൻ പറ്റൂ എന്നവൻ പറഞ്ഞതും അയാൾ തന്റെ ഹെൽമറ്റ് റേയുടെ കയ്യിൽ പിടിക്കാനായി കൊടുക്കുന്നു. വണ്ടി ശരിയാക്കിയതും അയാളോട് റേ താങ്ക്സ് പറയുന്നു. പെട്ടെന്നാണ് അവിടെ മഴ പെയ്യാൻ തുടങ്ങിയത്. അയാൾ മുഖത്ത് കെട്ടിയിരുന്ന സ്കാർഫ് മാറ്റിയതും റേ അയാളെ തന്നെ കണ്ണെടുക്കാതെ നോക്കുന്നു. അയാൾ റേയോട് ഹെൽമെറ്റ് ചോദിച്ചതും പെട്ടെന്ന് അത് കേട്ട് ഞെട്ടിയ റേ അയാൾക്ക് ഹെൽമെറ്റ് കൊടുക്കുന്നു. തന്റെ ഹെൽമെറ്റും വാങ്ങി വണ്ടിയുടെ അടുത്തേക്ക് നടക്കുന്നുണ്ടായ അയാളെ റേ വിളിച്ച് വീണ്ടും താങ്ക്സ് പറയുന്നു. അത് കേട്ട അയാൾ, അതൊന്നും കാര്യമാക്കണ്ട, നീ വേഗം വീട്ടിലേക്ക് പോകാൻ നോക്ക് എന്ന് അവനോട് പറയുന്നു. പിറ്റേ ദിവസം കോളേജിലേക്ക് പോയ റേ തലേദിവസം നടന്ന സംഭവങ്ങൾ കായിനോട് വിവരിക്കുന്ന തിരക്കിലായിരുന്നു. പക്ഷെ സത്യം എന്തെന്നാൽ അതേ കാര്യം മൂന്നാമത്തെ തവണയാണ് അവൻ കായിനോട് പറയുന്നത്. ആ സമയം അവിടേക്ക് ഒരു പെൺകുട്ടി കയറി വരുന്നു. അവൾ അവരോട് സെമിനാർ ഗെറ്റ് ടുഗദറിനെ പറ്റി സംസാരിച്ച് കായിനോടായി ഏതെങ്കിലും പൂർവ്വ വിദ്യാർത്ഥികൾ ഇതിൽ പങ്കെടുക്കുന്നുണ്ടോ എന്ന് അവൾ ചോദിച്ചതും കായി എനിക്കറിയില്ല എന്ന് അവളോട് പറയുന്നു. കായി അവളോടായി അറാസയെ പറ്റി പറഞ്ഞതും ഇതെല്ലാം കേട്ടുകൊണ്ടിരുന്ന റേ അവരെ രണ്ടുപേരെയും നോക്കി കായിനോടായി, അല്ല ആരായി അറാസെ എന്നവൻ ചോദിച്ചതും അവർ രണ്ടുപേരും നിനക്ക് ശരിക്കും അറാസെ ആരാണെന്ന് അറിയില്ലേ എന്ന് ചോദിച്ചുകൊണ്ട് അവർ അവന് അറാസയെ പറ്റി പറഞ്ഞു കൊടുക്കുന്നു. അങ്ങനെ ഇരിക്കെ ആ പാർട്ടി നടക്കുന്ന ദിവസം ഒന്നിനോടും ഒരു താല്പര്യമില്ലാതെ ഇരിക്കുന്ന റേയെ കണ്ട് രണ്ടുപേർ അവനോട് സംസാരിക്കുന്നു. പെട്ടെന്നാണ് ഒരാൾ വരുന്നതായി തോന്നി അവരെല്ലാം ശബ്ദം കേട്ട ഭാഗത്തേക്ക് നോക്കിയതും കാണുന്നത് അറാസയാണ്. അപ്പോഴാണ് റേക്ക് മനസ്സിലായത് അന്ന് താൻ കണ്ട ആ ബൈക്കുകാരനും അറാസയും ഒരാളാണെന്ന്. അവൻ അറാസയുടെ അടുത്തേക്ക് പോയി നീയാണോ അറാസെ എന്ന് ചോദിച്ചതും അറാസെ അവനോട് അതെ ഞാനാണ് അറാസെ, അല്ല നീ ആരാ എന്ന് അറാസെ തിരിച്ചു ചോദിക്കുന്നു. അവിടെ നിന്നിറങ്ങിയ റേ വണ്ടി സ്റ്റാർട്ടാക്കാൻ തുടങ്ങുമ്പോഴാണ് വീണ്ടും തനിക്ക് വണ്ടി പണി തന്നു എന്ന് അവന് മനസ്സിലായത്. അവൻ ദേഷ്യത്തിൽ സ്റ്റീറിംഗിൽ തലയടിച്ചതും ഹോൺ അടിയുന്നു. ഹോണിന്റെ ശബ്ദം കേട്ട് അറാസെ റേയുടെ അടുത്ത് പോയി നീയാണോ ഹോൺ അടിച്ചത് എന്ന് ചോദിച്ചതും വണ്ടി വീണ്ടും സ്റ്റാർട്ടാകുന്നില്ല. എന്നെ ഒന്ന് സഹായിക്കാമോ എന്ന് റേ അവനോട് ചോദിക്കുന്നു. അറാസെ വണ്ടി സ്റ്റാർട്ടാക്കാൻ നോക്കുന്നുണ്ടെങ്കിലും അത് സ്റ്റാർട്ടാകുന്നില്ല. വണ്ടിയുടെ ബാറ്ററി തകരാറാണെന്ന് പറഞ്ഞ് അവൻ പോകാൻ നിന്നതും റേ അവനെ വിടാതെ അവന്റെ അടുത്ത് പോയി എനിക്കിപ്പോൾ തന്നെ വണ്ടി സർവീസിന് കൊടുക്കണം, നിങ്ങൾക്കറിയുന്ന നല്ല ഏതെങ്കിലും ഷോപ്പുണ്ടോ എന്ന് ചോദിച്ചതും ഒന്നെനിക്കറിയാം, പക്ഷേ അവിടെ വില കൂടുതലാണ്, നിനക്ക് അത്രയും വലിയ തുകയൊക്കെ അടക്കാൻ പറ്റുമോ എന്ന് അറാസെ ചോദിച്ചതും പറ്റുമെന്ന് റേ മറുപടി പറയുന്നു. റേ അങ്ങനെ പറഞ്ഞതും അറാസെ ഫോൺ എടുത്ത് ഒരാളെ വിളിക്കുന്നു. അറാസയുടെ തന്നെ ഷോപ്പിലേക്കായിരുന്നു വണ്ടി കൊണ്ടുവന്നത്. അവനൊരു നല്ല മെക്കാനിക്കാണ്. അറാസയുടെ കൂടെ അവൻ താമസിക്കുന്ന സ്ഥലത്ത് റേയും പോകുന്നു. കുളിച്ചു വന്ന റേ അറാസയോട് റിപ്പയർ ഫീയെ പറ്റി ചോദിച്ചതും അറാസെ അവനെ തന്റെ അടുത്തിരിക്കാനായി വിളിക്കുന്നു. റേ അവന്റെ അടുത്ത് പോയി ഇരുന്നതും അറാസെ ടവൽ എടുത്ത് അവന്റെ തല തോർത്തി കൊടുക്കുന്നു. പെട്ടെന്ന് അറാസെ റേയുടെ കഴുത്തിലായി ഉമ്മ വെച്ചതും റേ ഞെട്ടി നീ എന്താ ചെയ്യുന്നതെന്ന് അവനോട് ചോദിച്ചതും നീയല്ലേ എല്ലാം തുടങ്ങിയത്. ഫംഗ്ഷനിൽ വെച്ച് അറാസയെ തന്നെ നോക്കിയിരുന്ന റേയെ അറാസെ ശ്രദ്ധിച്ചിരുന്നു. അതിനെപ്പറ്റിയും കാറിന്റെ അടുത്തു നിന്ന് തന്നെ വിടാതെ പിടിച്ചു വെച്ചതും അവൻ റേയോട് പറഞ്ഞതും റേ അവനോട് അത് നീ ഉദ്ദേശിക്കുന്ന പോലെയൊന്നുമല്ല, ഞാൻ നിന്നെ വശീകരിക്കാനൊന്നും ശ്രമിച്ചിട്ടില്ല എന്നവൻ പറഞ്ഞതും അറാസെ അവനെ കിസ് ചെയ്യുന്നു. റേ ആദ്യം അത് തടയുന്നില്ലെങ്കിലും പെട്ടെന്നാണ് അവന് താൻ എന്താണ് ചെയ്യുന്നതെന്ന ബോധം വന്നത്. അവൻ അറാസയെ തട്ടിമാറ്റി കട്ടിലിൽ നിന്ന് താഴേക്കിറങ്ങി അവനോട് നീ ഒരു വൃത്തികെട്ടവനാ, ഞാൻ എൻ്റെ വീട്ടിൽ പോവാണ് എന്ന് പറഞ്ഞ് നടന്നതും അറാസെ അവൻ്റെ അടുത്തേക്ക് പോയി അവനോട് പോയി കിടക്ക്, ഞാൻ നിന്നെ ഒന്നും ചെയ്യില്ല എന്ന് പറഞ്ഞ് അവൻ കിടക്കാനായി പോകുന്നു. റേ ആദ്യം സോഫയിലായി കിടക്കുന്നു. എന്നാൽ എത്ര ശ്രമിച്ചിട്ടും അവൻ ഉറങ്ങാൻ കഴിഞ്ഞില്ല.
അവസാനം ഗതികെട്ട് അവൻ അറാസയുടെ അടുത്ത് പോയി കിടക്കുന്നു. രാവിലെ ഉണർന്ന റേയുടെ അടുത്തേക്ക് അറാസ വീണ്ടും ഓരോന്ന് പറഞ്ഞു പോയതും റേ അവനെ തള്ളി മാറ്റി പുറത്തേക്ക് ഓടുന്നു. എന്നാൽ ഓടുന്നതിന്റെ ഇടയിൽ അവന്റെ കാൽ ടേബിളിൽ തട്ടി അവൻ അവിടെ വേദന കൊണ്ടിരുന്നതും അറാസ അവന്റെ അടുത്ത് വന്ന് നീ ഇങ്ങനെ വിഡ്ഢിയെ പോലെ പെരുമാറല്ലേ എന്ന് പറഞ്ഞ് അവന്റെ കവിളിലായി ഒരു ഉമ്മ കൊടുത്തതും റേ അവിടെ നിന്ന് ഓടി ഡോറിന്റെ അടുത്തേക്ക് വന്ന് നീ ഒരു വൃത്തികെട്ടവനാണെന്ന് ഞാൻ കോളേജിലെ എല്ലാവരോടും പറയും, നോക്കിക്കോ എന്നും പറഞ്ഞ് അവൻ അവിടെ നിന്ന് പോകുന്നു. പിറ്റേ ദിവസം കോളേജിലേക്ക് പോയ റേയോട് അന്ന് പാർട്ടിയിൽ വെച്ച് നീ എന്താ അങ്ങനെ പെരുമാറിയതെന്ന് കായ് ചോദിക്കുന്നു. അപ്പോഴാണ് റേയുടെ ഫോണിലേക്ക് ഒരു കോൾ വന്നത്. റിപ്പയർ ഷോപ്പിൽ നിന്ന് വിളിച്ചതായിരുന്നു അത്. അവൻ അവിടേക്ക് പോകുന്നു. വണ്ടി നല്ല കണ്ടീഷൻ ആയി എന്ന് പറഞ്ഞ് അവന് ബില്ല് കൊടുത്തതും അതിലെ പൈസ കണ്ട് അവൻ ഞെട്ടുന്നു. ബില്ല് കൊടുത്തയാൾ അവനോട് നീ അറാസയുടെ ചെക്കനല്ലേ, പിന്നെന്തിനാ നീ ഈ ബില്ലിനെ പറ്റി ചിന്തിക്കുന്നേ? അയാൾ ബില്ല് കീറി അവനോട് ഒരു പേപ്പറിൽ സൈൻ ചെയ്യാൻ പറയുന്നു. സൈൻ ചെയ്ത് തലയുയർത്തിയ റേ കാണുന്നത് അറാസയെയാണ്. അറാസ അവനോട് നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ പൈസയുടെ കാര്യം, ഈ ലോകത്ത് ഒന്നും വെറുതെ കിട്ടില്ല റേ. ഇവിടെ വെച്ച് ഈ എപ്പിസോഡ് അവസാനിക്കുന്നു.